അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ മക്കളെ നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ 7 വയസ്സ് 14 വയസ്സിനിടയിൽ നന്നാക്കിയാൽ കിട്ടും. ഇല്ലേ പോയി 7 വയസ്സ് 14 വയസ്സ്, രണ്ടാമത്തെ 7, ആദ്യത്തെ 7 ലാഇബുഹും സബ്അൻ, 7 വയസ്സ് വരെ കുട്ടികളുടെ കൂടെ കളിക്കണം എന്നാണ്. പക്ഷേ ദ സെക്കൻഡ് 7 to 14, 7 മുതൽ 14 വയസ്സ് വരെയുള്ള അദ്ദിബുഹും, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അദബ് പഠിപ്പിച്ചു കൊടുക്കുന്ന വല്ല അറബി കോളേജിന് കൊണ്ടേ ചേർത്തണമെങ്കിലോ ഹിഫ്ളിന് ചേർത്തണമെങ്കിലോ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണമെങ്കിലോ ഒക്കെ 7 to 14 ഇടയിൽ ചെയ്താലേ ഫലിക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. വസാഹിബുഹും സബ്അൻ, പിന്നെ നീ കൂട്ടുകാരനായി നടക്കണം 14 മുതൽ 21 വരെ. പിന്നെ ആ കയറുകിട്ട് ഇട്ടുകൊടുത്തേക്ക് നീ നോക്കിയിട്ട് കാര്യമില്ല. നന്നായാൽ ആ മകൻ നന്നായി, കേടെന്നാൽ അത് കേടുവന്നു. അതുകൊണ്ട് എന്റെ ബഹുമാന്യരായ രക്ഷിതാക്കളോട്, കൂട്ടുകാരോട് പറയാണ്, നമ്മുടെ മക്കളിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങളുടെ മോള് ഹിജാബ് ധരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ 14 വയസ്സിന്റെ ഉള്ളിൽ പറഞ്ഞോളൂ. 14 കഴിഞ്ഞ ഉമ്മ എനിക്കിപ്പോ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഐ എം നോട്ട് കൺവിൻസ്ഡ്, എനിക്കൊന്ന് ബോധിക്കട്ടെ എന്ന് പറയും. എങ്ങനെയുണ്ട് ബോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ? അപ്പൊ ചില ഉമ്മാര് പറയും എനിക്ക് നിർബന്ധിക്കാൻ താല്പര്യമില്ല, ഓൾക്ക് അതൊക്കെ മനസ്സിലാവുമ്പം ചെയ്തോളൂന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ റോഡ് ഇവിടെ മുറിച്ചു കിടക്കുമ്പോൾ ഇവിടെ വളണ്ടിയേഴ്സ് ഇങ്ങനെ ഗാർഡ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ആക്സിഡന്റ് ഇല്ലാതെ ഈ നൂറുകണക്കിന് ആൾക്കാർ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ഒരു ചെറിയ പൈതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുതറിയോടുമ്പോ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൈപിടിച്ചു നിർത്തോ, അതല്ല കുട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടോ നിന്നോട്ടെ നിങ്ങൾ പറയോ? നിങ്ങൾ എന്താ ചെയ്യാ? എന്റെ കുട്ടിക്ക് ബോധ്യപ്പെടുമോ നിന്നോളൂ, ഇപ്പം ഓടിക്കോട്ടെ പറയോ നിങ്ങൾ? റോഡ് മുറിച്ചടക്കുമ്പോ ചെയ്യൂല. എന്തേ? അത് അപകടമാണെന്ന് നിങ്ങൾക്കറിയാം. ആ കുട്ടിക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ രക്ഷിതാക്കളാണ്, നിങ്ങൾക്കറിയാം ഹിജാബ് വേണം, നിങ്ങൾക്കറിയാം ഔറത്ത് മറക്കണം, നിങ്ങൾക്കറിയാം മോഡസ്റ്റ്ലി ഡ്രസ് ചെയ്യണം. ഇത് അവർക്ക് ബോധിച്ചോളും. പക്ഷേ ശറഅ് പറഞ്ഞ സമയം കൊണ്ടത് തുടങ്ങണം. 7 മുതൽ 14 നിങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടുപോകും.